ഡിജിറ്റൽ പ്രൊമോഷൻ വ്യാപകമായിരിക്കുന്ന ഇക്കാലത്ത് ഒരു സിനിമ തിയേറ്ററിലെത്തി കാണാനായി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകളെ പോസ്റ്റ് കാർഡ് അയച്ചു ക്ഷണിച്ചിരിക്കുകയാണ് അതിന്റെ അണിയറ പ്രവർത്തകർ. പൂർണ്ണമായും പത്തനംതിട്ടയിൽ ചിത്രീകരിച്ച സൂപ്പർ ജിമിനി എന്ന സിനിമ കാണാനാണ് വേറിട്ട രീതിയിലുള്ള പ്രൊമോഷൻ. കാലിക പ്രസക്തമായ വിഷയങ്ങളുമായി തങ്ങളുടെ പുതിയ ചിത്രം സൂപ്പർ ജിമിനി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. കുടുംബസമേതം തിയേറ്ററിലെത്തി സിനിമ കാണണം. ഇതാണ് കത്തിന്റെ സാരാംശം. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര കത്തുകൾ ഇവർ വിവിധ മേൽവിലാസങ്ങളിലേക്ക് അയച്ചു കഴിഞ്ഞു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എണ്ണിയാൽ ഒടുങ്ങാത്തത്ര കത്തുകൾ ഇവർ വിവിധ മേൽവിലാസങ്ങളിലേക്ക് അയച്ചു കഴിഞ്ഞു. തങ്ങളുടെ സിനിമ കാണാൻ ആളുകളെ ക്ഷണിക്കുന്നതിനൊപ്പം എഴുത്തിനെയും വായനയെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി കൂടിയാണ് ഇത്തരത്തിലൊരു വേറിട്ട പരിപാടി ആസൂത്രണം ചെയ്തതെന്ന് സംവിധായകൻ അനൂപ് പുരുഷോത്ത് പറഞ്ഞു. വളരെ വേറിട്ട രീതിയിലുള്ള ഒരു പ്രൊമോഷൻ ആവശ്യമായതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതിലുപരി നമ്മളെ എഴുത്തിനെയും എല്ലാം പ്രോത്സാഹിപ്പിക്കണം. നമ്മളത് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പോസ്റ്റ് ഓഫീസിൽ പോയപ്പോൾ തന്നെ പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞു അവർക്ക് തന്നെ വളരെ സന്തോഷം. അവരുടെ ഭാഗത്തു നിന്ന് തന്നെ എല്ലാം സപ്പോർട്ടും ചെയ്തു തരാമെന്നാണ്. റിതം ക്രിയേഷൻസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രം കാക്ടസ് സിനിമാക്സ് ആണ് തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിക്കുന്നത്. കോളനിയുള്ള ആ പെൺകുട്ടിക്ക് എന്നാ സപ്പോർട്ടെന്നറിയാം നാട്ടില്. ഈ സമരത്തിന് ഞാനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഇവിടെ ആകെ ഒരു മെമ്പറേ ഉള്ളൂ, സത്യശീല മെമ്പർ. ഏത് മരണ പിടിച്ചെന്നാലും കല്യാണം പിടിച്ചെന്നാലും ഇങ്ങനത്തെ ഒരുത്തരുണ്ടാവും. പാരിസ്ഥിതിക പ്രശ്നങ്ങളും സമൂഹം നേരിടുന്ന ലഹരി ഉപയോഗമടക്കമുള്ള വിഷയങ്ങളുമാണ് സിനിമ കൈകാര്യം ചെയ്യുന്നത്. മീനാക്ഷി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ സീമാജി നായർ, കുടശനാട് കനകം, ഡോക്ടർ രജിത് കുമാർ, ജയകൃഷ്ണൻ, മൻരാജ്, ജയശങ്കർ, കലാഭവൻ റഹ്മാൻ, കലാഭവൻ നാരായണൻകുട്ടി തുടങ്ങി വലിയ ഒരു താരനിര തന്നെയുണ്ട്. ഒപ്പം ഏറെ പുതുമുഖങ്ങളും. അമൃത ന്യൂസ്, പത്തനംതിട്ട.